ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ IC ട്രാൻസിസ്റ്റർ, അത് നമ്മുടെ ആംപ്ലിഫയറിന് യൂസ് ചെയ്യണ പവർ ട്രാൻസിസ്റ്റർ IC. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണ് ഒറിജിനൽ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ഒരു സിമ്പിൾ ട്രിക്ക് അത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് നോർമലായിട്ട് നമ്മുടെ ആംപ്ലിഫയറുകളിലും ഹൈഫൈ സിസ്റ്റത്തിലൊക്കെ വരുന്ന ട്രാൻസിസ്റ്റർ. ഇത് STK എന്ന് പറഞ്ഞാൽ സാനിയോ കമ്പനിക്കാരൻ മാനുഫാക്ചർ ചെയ്യണ STK എന്ന് പറയണത്. മറ്റുള്ളവർ ചെയ്യണതിന് STK എന്ന് ഇടില്ല, സാനിയോ മാത്രമേ STK ഉണ്ടാവുള്ളൂ. ഇതല്ല STK. ഇത് സോണിയുടെ ഒരു IC-യാണ്. അത് കാരണം ഇതിന് STK ഒന്നും ഉണ്ടാവില്ല, SI. ഇത് പൈനിയറിൻ്റെയാണ്, PA. പൈനിയർ ആയതുകൊണ്ട് അവരെ ഇനിഷ്യൽ വെച്ചിട്ടാണ് അവരിട്ടിരിക്കുന്നത്, പൈനിയർ IC. ഇത് ടെക്നീസിൻ്റെ IC-യാണ്. ടെക്നീസിൻ്റെ IC മിക്കതും SVI എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, SVI 2004. ഇത് ക്ലാസ് A IC-യാണ്. ഇത് SVI-ആണ്. ഇത് 80s വന്ന ഒരു IC-യാണ്. ഇത് പവർ മോഡ്യൂൾ എന്നാണ് പറയുന്നത്. STK SVI എന്നൊന്നുമല്ല, RSN, ഓഡിയോ പവർ മോഡ്യൂൾ എന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ അതിനകത്ത് കുറേ അകത്ത് ഇൻറ്റേർണലായിട്ട് കുറേ IC-യും പവർ സപ്ലൈ സിസ്റ്റം കൺട്രോൾ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്. അതെല്ലാം പിന്നെ കാണിച്ചു തരാം. ഇതെല്ലാം STK. ഇത് സോണി, ഇത് STK, എല്ലാം STK. ഇപ്പോൾ നമ്മൾ STKയിൽ ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെ അറിയാം നോക്കാം. ഇതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് വരില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റയർ പീസാണല്ലോ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചാൽ അവർക്ക് സമ്പാദിക്കാൻ പറ്റില്ല. അത് കാരണം ഇതൊക്കെ ഓൺലൈനിലേ കിട്ടുള്ളൂ, നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ തിന്നറെടുത്ത IC, ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് IC ആണെങ്കിൽ നമ്മൾ തിന്നർ കയ്യിലടിക്കുകയോ തിന്നറെടുത്ത് ഇതിൻ്റെ മേലെ നമ്മൾ നോക്കുക. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഈ കേസ് പ്ലാസ്റ്റിക് ആയിരിക്കും. പ്ലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ ഉരക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ആ പ്ലാസ്റ്റിക് ഉരുകണത്. നമുക്കറിയാമല്ലോ, തിന്നർ പ്ലാസ്റ്റിക്കിലിട്ട ഉരുവല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെ ഫീൽ ചെയ്യും. എൻ്റെ കയ്യിൽ ഒന്നും കളറൊന്നുമില്ല, നമുക്ക് ഫീൽ ചെയ്യും ആ പ്ലാസ്റ്റിക് ഉരുകണത്. ഉരുകുവാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റാണ് അല്ലേ. ഇത് ഉരുകില്ല. ഇതുണ്ട്, തുടച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഉണ്ടാവും. ഒരു മാറ്റവും അവിടുത്തെ ഒന്നിനും ഒരു മാറ്റവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ലെറ്റേഴ്സ് ആണെങ്കിലും തിന്നറിട്ടാലും ഒന്നും ആവില്ല, പോവില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ തിന്നറിട്ട് കഴിഞ്ഞാൽ അപ്പം പോകും, കണ്ടോ, പോവില്ല. അപ്പോൾ ഇത് ഒറിജിനൽ IC. എൻ്റെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല കാണിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ IC ചെക്ക് ചെയ്താൽ എല്ലാം തിന്നറിട്ട് നമ്പർ മായ്ച്ച് കളയരുത്. അപ്പോൾ തിന്നറിട്ടൊന്നും പോവില്ല. അങ്ങനെയാണ് പണ്ട് ചെക്ക് ചെയ്യണത്. അത് 90 കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. അന്നൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ IC ഒന്നും മേടിച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് STK ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങാറില്ല. വേണ്ട, ഇതൊന്നും കളർ പോലും മാറില്ല, ലെറ്റേഴ്സും പോകില്ല, എല്ലാം ഒറിജിനലാണ്. ഇതാണ് ആദ്യകാലത്ത്, ഏത് 70കളിൽ 60കളിൽ 70കളിൽ ഈ പച്ച കളറാണ് PNP ആയിട്ട് വന്നത്. ഇത് NPN. പച്ച കളർ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലോ, A വന്നു കഴിഞ്ഞാൽ PNP എന്നൊക്കെ പഠിപ്പിച്ചായിരുന്നല്ലോ. അന്ന് നമ്മൾ അതുപോലും നോക്കണ്ട, നമുക്ക് പച്ച കളറാണെങ്കിൽ അത് PNP-യാണ്, കണ്ണും പൂട്ടി പറയാം അല്ലേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇനിഷ്യലാ ഒന്നും നോക്കണ്ട, പച്ചയാണെങ്കിൽ അത് PNP-യാണ്, ഒരു മാറ്റമില്ല. ഇപ്പോൾ അത് പണ്ട് 80കളിലൊക്കെ അത് നിന്നുപോയി. ആ പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുള്ളൂ, അല്ലാണ്ട് കിട്ടില്ല. ഇതെങ്ങനെ കൈ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 2000-ലോ 2001-ലോ മറ്റെയാണ്. ഇത് ഞാൻ ഒരു DTS ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. വാങ്ങിക്കഴിഞ്ഞ് 18 ദിവസം ആ ആംപ്ലിഫയറും വെച്ച് ഞാൻ കുത്തിയിരിക്കേണ്ടി വരുന്നു. ഇത് പക്ക ഡ്യൂപ്ലിക്കേറ്റാണ്, അന്ന് ചൈനക്കാരന് ഇറക്കിയതാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കറിയില്ലല്ലോ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ വരും എന്നുള്ള കാര്യം നമുക്കറിയില്ല.
പക്ക ഫിനിഷിൽ അവർ ഇറക്കിയതാണ്. പച്ച കളർ വരില്ല. പച്ച കളർ കണ്ടപ്പോൾ അന്ന് സന്തോഷിച്ച് വാങ്ങിയത്. ഒറിജിനൽ സാധനം എത്ര നാളെ കണ്ടിട്ട് ഒന്നും കാണാൻ പറ്റില്ല, അങ്ങനെ വാങ്ങിയതാണ്. പക്ഷേ പക്ക ഡ്യൂപ്ലിക്കേറ്റാണ്. എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ സെറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം ചൂടാവും, വർക്ക് ചെയ്യും, ചൂടാവും. അപ്പോൾ അത് 7 ചാനൽ ആംപ്ലിഫയർ ആയിരുന്നു. അപ്പോൾ 7 ചാനലിനും IC വരുമോ, ട്രാൻസ്ഫർ വരുമല്ലോ, ഒരു ചാനലിന് 2 അപ്പോൾ ഈ ഇട്ട ചാനൽ മാത്രം ചൂടാകണം. അപ്പോൾ ഇതെന്താണ് അതിൻ്റെ ഡ്രൈവർ സൈഡ് അത് ഇത് എല്ലാ കപ്പാസിറ്ററും എല്ലാം ചെക്ക് ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല. മാറ്റി നോക്കി ഒട്ടും രക്ഷയില്ല. ഈ 18 ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം 18 ദിവസം അതിൻ്റെ കൂടെ ഇരിക്കുകയല്ല. വേറെ സെറ്റ് നോക്കും, പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ അത് തുറന്ന് വെച്ചിരിക്കുകയാണ് വേറെ ടേബിളിൽ. അപ്പോൾ അത് പോയി നോക്കും, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ലാസ്റ്റ് ഈ 2 എടുത്ത് വേറെ ചാനലിലിട്ടിട്ട് വേറെ ചാനലിലെടുത്ത് ഇപ്പുറത്തെ ചാനലിലിട്ടപ്പോൾ കറക്റ്റായി ഈ ഇത് ഇട്ട ചാനൽ ചൂടാവണം. അപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് ചെയ്ത് നോക്കി. അതിനകത്ത് ജപ്പാൻ എന്നൊക്കെ ഉണ്ടാവും, കറക്റ്റായിട്ട് ജപ്പാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം അവർ ഈസി ആയിട്ട് എഴുതും, അതിലൊന്നും വലിയ കാര്യമില്ല. ജപ്പാൻ നോക്കിയൊന്നും ഒറിജിനലാണെന്ന് പറയാൻ പറ്റില്ല. ഇത് അന്ന് തൊട്ട് എൻ്റെ കയ്യിലിരിക്കുക, ഇത് യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സോൾഡർ പോലും ചെയ്തിട്ടില്ല. അന്ന് തൊട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന പുതിയതാണ്. പക്ഷേ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. വല്ല വാട്ട്സ് കുറഞ്ഞതിനകത്തൊക്കെ ഇടാം, ചൂടാവില്ല, യൂസ് ചെയ്യാം. പക്ക വോൾട്ടേജ് ആംബിയർ ഉള്ളതിലാണെങ്കിൽ ഇടാൻ പറ്റില്ല, ചൂടാവും. പിന്നെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഈ കാലത്ത് വരുന്ന ട്രാൻസിസ്റ്ററാണ്, ന്യൂ ജനറേഷൻ ഡ്യൂപ്ലിക്കേറ്റാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതായത് നമ്മളൊരു മെറ്റൽ തകിട്, ഏത് സാധാരണ ടിൻ ഷീറ്റ് ഇതൊക്കെ വരുന്നില്ല, എന്താ പറയുക, ക്യാൻ സ്പ്രേയുടെ ഒക്കെ ക്യാനൊക്കെ വരുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ഡൈഡകത്ത് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടിവശം എങ്ങനെ ഉണ്ടാവും നമ്മൾ ചിന്തിച്ചാൽ മതി. അടിവശം ഒരു ബറുണ്ടാവും അല്ലേ. ഏതൊരു മെറ്റലാണെങ്കിലും, അത് സ്റ്റീലാണെങ്കിലും ഇരുമ്പാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴത്തെ വശത്ത് ഒരു ബറുണ്ടാവും. അതേപോലെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ താഴെ വശം ഒരു ബറുണ്ടാവും, ഫിനിഷ് ഉണ്ടാവില്ല. മറ്റേ ട്രാൻസിസ്റ്ററൊക്കെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉരുണ്ടിരിക്കും. ഇതുണ്ട്, ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ കറക്റ്റ് ഷേപ്പായിരിക്കും, അതിന് ബറൊന്നും ഉണ്ടാവില്ല. ഇതിനങ്ങനെയില്ല. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ തന്നെ വേണമല്ലോ, പക്ഷേ ബാക്ക് സൈഡിൽ അങ്ങനെ ഉണ്ടാവില്ല, കത്തി പോലെ ഇരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കത്തി പോലെ ഇരിക്കും. അതാണ് പക്ക ഡ്യൂപ്ലിക്കേറ്റ്. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഒരു സെറ്റും നന്നാവില്ല. കണ്ടാൽ മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൻ്റെ താഴത്ത് ഫിനിഷ് കുറവായിരിക്കും, ബറായിരിക്കും. ഇത് പക്ക ഡ്യൂപ്ലിക്കേറ്റ്. ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ല, കണ്ട പുതിയതാണ്. ഇതൊരു പാർട്ടി ഒരു ആംപ്ലിഫയർ റെഡിയാക്കാനായിട്ട് അവർ തന്നെ വാങ്ങിക്കൊണ്ടുവന്നതാണോ. ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ട് എൻ്റെ കയ്യിൽ ഒരു 10-12 പെയർ ഞാൻ പണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ലാസ്റ്റ് 4 ഉണ്ടായിരുന്നു. ആ 4 അതിനകത്ത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഒറിജിനലില്ല. ഇപ്പം അത് എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു. ഇത് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല, അത്ര മോശം സാധനമാണ്. ഇത് ഇട്ടപ്പോൾ പോവും. അത് ഒരു സബ് ഊഫറിനായിരുന്നു. സബ് ഊഫർ അതാണ് 110 വോൾട്ടിലാണ് എന്താ വർക്ക് ചെയ്യണത്. ഇതൊക്കെ ഈ സാധനമൊക്കെ ഇട്ട് അപ്പോൾ പുകയായിരിക്കും വരുന്നത്. പിന്നെ ഒറിജിനൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ട്രാൻസിസ്റ്റർ. ഒറിജിനൽ ട്രാൻസിസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഡ് നേരിയതായിരിക്കും, മറ്റേ ലീഡിനേക്കാളും നേർത്തതായിരിക്കും. ഇപ്പോൾ വരുന്നതൊക്കെ ഭയങ്കര വീതിയാണ്, അത് കണ്ട ഇപ്പോൾ വരുന്നതൊക്കെ വീതി കൂടുതലാണ്. ഈ ലീഡ് നേരിയതായിരിക്കും. പിന്നെ പ്രിൻറ്റിങ്ങൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻറ്റിങ്ങൊന്നും വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല. ഡ്യൂപ്ലിക്കേറ്റിന് നല്ല രസമായിരിക്കും കാണാനൊക്കെ. ഇതിൻ്റെയൊക്കെ പ്രിൻറ്റിങ് ഉണ്ട്, നല്ല രസമല്ലേ. ജപ്പാൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, തോഷിബ ജപ്പാൻ എല്ലാം ഉണ്ട്. ഉണ്ടോ പ്രിൻറ്റിങ്ങൊക്കെ എന്ത് രസം. പക്ക ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് ഒറിജിനൽ പ്രിൻറ്റിങ്ങൊന്നും വലിയ സൗന്ദര്യമൊന്നും ഉണ്ടാവില്ല, ഡള്ളായിരിക്കും. പിന്നെ ഈ കട്ടിങ് നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ ഇത് കാണാൻ പറ്റും നമുക്ക്. മറ്റേതിനൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, അത് കാണിച്ചു തരാം. കാണാൻ പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ലീഡ് ലെഡ് കോട്ടഡ് ആയിരിക്കും. ഇതുണ്ട്, ഇവിടം വരെ ലെഡ് കോട്ട് ചെയ്യണം കംപ്ലീറ്റ്. ലീഡ് കംപ്ലീറ്റ് ലെഡ് കോട്ടഡ് ആയിരിക്കും. അത് ജപ്പാൻ, ഇതാണ് ഒറിജിനൽ ജപ്പാൻ്റെത്. എല്ലാ ലീഡും ലെഡ് കോട്ടഡ്. ഈ ലെഡിൻ്റെ അറ്റം ഇവിടം വരെ നമുക്ക് കാണാൻ പറ്റും. ഈ ഇവിടം വരെ ലെഡ് കോട്ട് ചെയ്തിരിക്കണം നമുക്ക് കാണാൻ പറ്റും. 2 സൈഡും നമുക്ക് അത് കാണാൻ പറ്റും. ഉണ്ടോ ലെഡ്, ഇവിടെയാണ് ലീഡ് ഇരിക്കണം. ഇവിടെ തൊട്ട് ലെഡാണ്, ഉണ്ടോ ഇവിടെ തൊട്ട് ലെഡാണ്. എല്ലാ കാലിൻ്റെയും
ഇവിടെ നിന്നിട്ട് ലെഡ് കോട്ടഡ, ഇത് ഒറിജിനൽ. പിന്നെ ഇപ്പോൾ വരുന്ന സാധനം, ഇപ്പോൾ വരുന്ന ട്രാൻസിസ്റ്ററെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു അലുമിനിയം പോലത്തെ ഒരു ഫിനിഷാണ്. ഇതുണ്ട്, മറ്റേ ഇതൊന്നും ഉണ്ടാകും, ഇതേപോലെ ഇരിക്കും. ഈ ഫിനിഷിലാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ ഒന്നും അറിയില്ല. ഇത് യൂസ് ചെയ്യാറേ ഇല്ല. ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ സബ് ഫോറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വർക്ക് ചെയ്യും, പക്ഷേ പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വരും. കാരണം ഈ സാധനമൊന്നും ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇത് നമുക്ക് കമ്പനി സെറ്റിൽ യൂസ് ചെയ്താൽ പണി കിട്ടും. അപ്പോൾ ഒറിജിനൽ ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ ഒരു ഫോട്ടോ ഇട്ടുണ്ടാവും, ഫോട്ടോയുടെ അകത്ത് നോക്കിയാൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ. ഓൺലൈനിൽ മേടിക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒറിജിനൽ. അത് കാരണം ഉണ്ട്. ഇപ്പോൾ ഈ 3055 ഇതിൻ്റെ മെറ്റൽ ട്രാൻസ്ഫർ കിട്ടും. അത് ഞാനിവിടെ കേരളത്തിൽ വന്ന സമയത്ത് ഞാൻ പോയി അവിടെ എറണാകുളത്ത് പോയി ചോദിച്ചപ്പോൾ അത് 22 രൂപ എന്താണ്ട് പറഞ്ഞ്. ഇത് കൂടിയതാണ്, അത് 22 രൂപയുടെ കൂടിയതാണ്. ഞാൻ 10-20 വർഷം മുന്നേ വാങ്ങുമ്പോഴേ അതിന് 10-30 രൂപ വിലയുണ്ട്, 30-32 രൂപ വിലയുണ്ട്. അപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞപ്പോൾ ഒറിജിനലിന് 22 രൂപ, 20 രൂപ, 22 രൂപ. ഇതിലും കുറഞ്ഞതുണ്ട്. എത്രയും ചോദിച്ചപ്പോൾ 9 രൂപ. അപ്പോൾ 9 രൂപയൊക്കെ ട്രാൻസ്ഫർ വാങ്ങിയിട്ട് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ്. കുറഞ്ഞതുണ്ടാ, എപ്പോൾ നോക്കിയാലും എന്ത് സാധനം വാങ്ങിയത് കുറഞ്ഞതാണ് പറയും. അപ്പോൾ ഒരു കുറഞ്ഞത് വരുത്തും. കുറഞ്ഞത് എവിടെ നിന്നാണ് കിട്ടണം? ഇതുപോലത്തെ സാധനമാണ് കുറഞ്ഞത് കിട്ടണത്. നല്ല സാധനം ആരെങ്കിലും കുറച്ച് കൊടുക്കുമോ? ഒരു മനുഷ്യനും കുറച്ച് കൊടുക്കില്ല. അപ്പം നമ്മൾ തന്നെയാണ് ഇവരെ ചീത്താക്കണത്. നമ്മൾ കുറഞ്ഞ് ചോദിക്കണ കാരണം അവർ കുറഞ്ഞ് വരുത്തി വെക്കും. അത് ആർക്കും ആപത്ത്? നമുക്ക് തന്നെ ആപത്ത്. അപ്പോൾ എപ്പോഴും നല്ല സാധനം ചോദിക്കുക, ഒറിജിനൽ കിട്ടുക, ഒറിജിനൽ വരുത്തി തരുമോ, അങ്ങനെ ചോദിക്കണം. അങ്ങനെ വരുത്തി ചോദിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഒറിജിനൽ കിട്ടായികയൊന്നുമില്ല, എല്ലാം ഉണ്ടാക്കണമുണ്ട്. അപ്പോൾ ഒറിജിനൽ കിട്ടും. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന രീതിയിലാണ് മാറ്റം വരേണ്ടത്. നമ്മൾ ഒറിജിനൽ വേണം എന്ന് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ അവർ വരുത്തി തരും. അല്ലെങ്കിൽ ഒറിജിനൽ വരുത്തി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുത്തി തരും. പക്ഷേ ക്വാണ്ടിറ്റി നമുക്കായിട്ട് വരുത്തിക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലാവും. നമ്മൾ ചോദിക്കുന്ന രീതികൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനങ്ങൾ കിട്ടും. അത്രയുള്ള എനിക്ക് പറയാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് വേണ്ട, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. അത് കണ്ണാടി പോലെ ഇരിക്കും, ഉണ്ട്, നമുക്ക് മുഖം കാണാൻ പറ്റും. കണ്ണുണ്ട്, നമ്മുടെ മുഖം കാണാൻ പറ്റും, ഇതുപോലെ ഇരിക്കും. ഇത് പക്ക ഡ്യൂപ്ലിക്കേറ്റ്. ഈ സാധനമൊന്നും ഇപ്പോൾ വരുന്നില്ല. ഇതൊക്കെ ഒരിടക്ക് വന്നാൽ ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് ഒറിജിനൽ ഷൈനിങ് ഉണ്ടാവില്ല. മനസ്സിലാവണ്ട, വ്യത്യാസം മനസ്സിലാവണ്ട. ഇത് ഒറിജിനൽ, ഇത് മോട്ടോറോളയാണ്, മോട്ടോറോള ട്രാൻസ്ഫർ ഒറിജിനൽ. ഇത് ഡള്ളായിരിക്കും, ഷൈനിങ് ഉണ്ടാവില്ല. ഇപ്പോൾ വരുന്നത് ഈ ടൈപ്പാണ്. ഷൈനിങ്ങും ഉണ്ടാവില്ല, ഡള്ളും ഉണ്ടാവില്ല. ഒരു അലുമിനിയം ഫിനിഷായിരിക്കും അത്. അതാണ് ഇപ്പോൾ വരുന്നത്. ഷൈന് തിക്നെസ്സൊക്കെ കുറവാണ്. 𝐎𝐫𝐞𝐧𝐚𝐥 ഇതൊക്കെ കണ്ട ബ്ലേഡ് പോലെ കട്ടിയില്ല. ഇതൊക്കെ ചിലപ്പോൾ ഒറിജിനൽ വരും. പക്ഷേ ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുള്ളൂ, വേറെ വഴിയില്ല. പക്ഷേ ഇത് ഒറിജിനലാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ്. ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിൽ, ഇവരുടെ കമ്പനി തന്നെ ചൈനയിലുണ്ടല്ലോ, ജപ്പാൻ്റെ കമ്പനി തന്നെ ചൈനയിലുണ്ട്. ആ ചൈനയിൽ ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ ചൈനത്തെ ഒറിജിനൽ സാധനം തന്നെയാണിത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഈ സാധനമാണ്. ഇതൊക്കെയാണ് ഡ്യൂപ്ലിക്കേറ്റ്. ജപ്പാനിന്നൊക്കെ ഉണ്ടാവും, പക്കയായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഇത് ചൈന. ഒറിജിനലിൻ്റെ ഇത്രയും വീതി ഉണ്ടാവില്ല, ലീഡിന് വീതി കുറവായിരിക്കും. ലീഡിന് വീതി കുറവായിരിക്കും. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.
ജയ് ഹിന്ദ്.